അമ്മ രാവിലെ തന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയേക്കാണ് ഡോഗിനൊക്കെ ഫുഡ് കൊടുക്കാൻ. ആ സമയം കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കിച്ചണിൽ കയറി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പം മീൻ ഫ്രൈ ചെയ്യാനായിട്ട് അമ്മ എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോഴത്തേക്കും അവിടുന്ന് കുറച്ച് കൊലയും നമ്മൾ ചീനിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞങ്ങളുടെ നാട്ടിൽ ചീനി എന്നാട്ടോ പറയുന്നത്. ഇനി പലയിടത്തും കപ്പ എന്ന് പറയും, പല രീതിയിലാണ് അത് അറിയപ്പെടുന്നത്, പല പേരിലാണ് അറിയപ്പെടുന്നത്, അങ്ങനെ വേണമല്ലോ പറയാനായിട്ട്. അതിനുശേഷം വെള്ളം തിളപ്പിക്കാനായിട്ട് ഇതാ വെക്കുകയാണ്. കുടിക്കുന്ന വെള്ളമാണ്. നമ്മളിവിടെ വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഒരു പൊടി ഉണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അങ്ങനത്തെ പൊടിയാണ് നമ്മളിട്ട് മീൻസ് തിളപ്പിച്ച് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അടുപ്പിലോട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് എൻ്റെ ഇപ്പോഴത്തെ പുതിയ കുപ്പി വാങ്ങിച്ചതിൻ്റെ ഈ പറഞ്ഞ പ്രഹസനം എന്നൊക്കെ പറയാൻ കുറച്ച് വെള്ളം കുടിക്കാനായിട്ടേ അത് നിറച്ച് വെച്ചും. അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല, ഓട്ടോമാറ്റിക്കലി അത് തീർന്നു നമ്മൾ അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. കൂർക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മെഴുകുരട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തോരനും വെക്കും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൂർക്ക ക്ലീൻ ചെയ്യുകയാണ്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണല്ലോ. കൂർക്ക ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചത് അമ്മ വന്നിട്ട് അരിഞ്ഞിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ അരിഞ്ഞ് വെച്ചോളും. അപ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അത് കഴുകി വെച്ചിട്ട് നമുക്കിനി നമ്മുടെ പുതിയ കാഞ്ചീപുരം സെമി കാഞ്ചീപുരം സാരീസ് ലോഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.